UQ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ ഓട്ടോ കാർ പാർക്കിംഗ് വിഷയം. ഡ്രൈവർമാരും കടയുടമകളും തമ്മിൽ തർക്കം. KM മാണിയുടെ രാജി ആവശ്യവുമായി BJPയുടെ സത്യാഗ്രഹ സമരം. പച്ചക്കറിയിൽ കീടനാശിനി പ്രയോഗം കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി. ഞാൻ സീമ രവീന്ദ്രൻ. വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി പരിസരത്ത് ഓട്ടോ, കാർ, ടാക്സി വാഹനങ്ങളുടെ പാർക്കിങ്ങിനെ ചൊല്ലി ഡ്രൈവർമാരും കടയുടമകളും തമ്മിൽ തർക്കം. കടകൾക്ക് മുൻപിൽ വാഹനങ്ങൾ പാർക്കിംഗ് അനുവദിക്കില്ലെന്ന കട ഉടമകളുടെ നിലപാടാണ് തർക്കത്തിന് വഴിയൊരുക്കിയത്. 4 ചക്രമുള്ള മാക്സിമോ ഓട്ടോ കാറുകൾ ജില്ലാ ആശുപത്രിക്ക് എതിർവശത്തുള്ള ബസ് സ്റ്റോപ്പിന് സമീപത്തെ കടകൾക്ക് മുമ്പിൽ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ച് വാഹനങ്ങൾ നിർത്തിയിട്ടതോടെയാണ് വാഹന ഡ്രൈവർമാരും കടയുടമകളും തമ്മിൽ തർക്കം ആരംഭിച്ചത്. നഗരസഭയുടെയോ ട്രാഫിക് പോലീസിന്റെയോ യാതൊരുവിധ അനുമതിയുമില്ലാതെ തങ്ങളുടെ കടകൾക്ക് മുമ്പിൽ പാർക്ക് സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രദേശത്തെ കടയുടമകളുടെ പക്ഷം. അനധികൃതമായിട്ട് നമ്മളെ കടകളുടെ മുന്നിൽ കൂടെ ഓട്ടോ ടാക്സിക്കാർ പാർക്ക് ചെയ്യുക. രാവിലെ വന്നുകൊണ്ട് 6-7 വണ്ടികൾ കടയുടെ മുന്നിൽ മുഴുവൻ നിരനിരയായി ഇടുകയും ഞങ്ങളെ ബിസിനസിൻ്റെ കച്ചവടത്തെ ബാധിക്കുകയും ചെയ്യുകയാണ്. അവരോടത് അവിടെ അങ്ങനെ ഒരു പാർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗവൺമെന്റ് അങ്ങനെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ പാർക്കിംഗ്. അതേസമയം 4-വീലർ ടാക്സി വാഹനങ്ങളുടെ സമാന നിരക്കിൽ ടാക്സും ഇൻഷുറൻസും അടച്ച് ഓട്ടോറിക്ഷയുടെ ചാർജിൽ ഓടുന്ന തങ്ങൾക്ക് എവിടെയും പാർക്കിംഗ് അനുവദിക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഓട്ടോ കാർ തൊഴിലാളികൾ. വാഹനം വിപണിയിലെത്തിക്കാൻ അനുവാദം നൽകിയ അധികൃതർ പാർക്കിങ്ങിനും അനുമതി നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. 2.25 ലക്ഷം റുപ്യ കൊടുത്തുകൊണ്ട് വണ്ടി എടുത്ത് ടാക്സ് എടുത്തിട്ട് ഞങ്ങൾക്ക് സ്റ്റാൻഡ് തരാം. മുനിസിപ്പാലിറ്റിയും തയ്യാറല്ല, ട്രാഫിക് പോലീസും തയ്യാറല്ല, ആരും തയ്യാറല്ല. 1550 റുപ്യ ടാക്സ് അടക്കണം. ഓട്ടോ ചാർജിന് അത് ഓടാൻ പറ്റുള്ളൂ. 3+1 ആണ്. അതിന് തന്നെ ഒരു പാർക്കില്ല. ഓട്ടോ പാർക്കിൽ ഇടാൻ പറ്റില്ല, ഈ ടാക്സി സ്റ്റാൻഡിൽ ഇടാൻ പറ്റില്ല. ഇത് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇടുക. ട്രാഫിക് പോലീസ് എത്തി വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെയും നഗരസഭാ അധികൃതരുടെയും സാന്നിധ്യത്തിൽ ഡ്രൈവർമാരുമായി ചർച്ച നടത്താമെന്ന ധാരണയിലാണ് തർക്കം അവസാനിച്ചത്. ബാർ കോഴ വിഷയത്തിൽ ധനമന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് BJP പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റി പെരിന്തൽമണ്ണയിൽ സത്യാഗ്രഹ സമരം നടത്തി. ധനമന്ത്രിയായ KM മാണിക്ക് 1 കോടി രൂപയുടെ കോഴ നൽകിയതായി ബാർ ഉടമയായ ബിജു രമേശ് വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ ധനമന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ സത്യാഗ്രഹ സമരം നടത്തി. പെരിന്തൽമണ്ണ നഗരസഭ ഓഫീസ് പരിസരത്ത് BJP പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സത്യാഗ്രഹ സമരം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അജി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിലെ മദ്യമാഫിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇരു മുന്നണികൾക്കും പൊന്മുട്ടയിടുന്ന താറാണ്. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലാൻ ആരും ധൈര്യപ്പെടില്ല. ഇന്നത്തെ പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും മണിമാളികൾക്ക് സ്പിരിറ്റിന്റെ ഗന്ധമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് A ശിവദാസൻ അധ്യക്ഷം വഹിച്ചു. യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി P സാജൻ, ജില്ലാ സെക്രട്ടറി PP ഗണേഷ്, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി TP ആലി ഹാജി എന്നിവർ സംസാരിച്ചു. പച്ചക്കറികളിൽ വിഷം കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനം. അന്യസംസ്ഥാനങ്ങളിലെ പച്ചക്കറി തോട്ടങ്ങളിൽ പരിശോധന നടത്താനും ബോധവൽക്കരണം നടത്താനും ഉന്നതതല യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്തുടനീളം പച്ചക്കറികളിൽ വ്യാപകമായി കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങളുണ്ടായത്. വിഷാംശം കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ ധാരണയായി. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നേതൃത്വത്തിൽ അതോറിറ്റിക്ക് രൂപം നൽകാനും യോഗം തീരുമാനിച്ചു. പച്ചക്കറികളിൽ കീടനാശിനി ഉപയോഗിക്കുന്നതിനെതിരെ ഉൽപാദകരെ ബോധവൽക്കരിക്കുന്നതിനും അന്യസംസ്ഥാനങ്ങളിലെ പച്ചക്കറി ഉൽപാദന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി എത്തിച്ച് വിതരണം ചെയ്യുന്ന മൊത്തക്കച്ചവടക്കാരുടെ യോഗം വിളിച്ച് നിർദ്ദേശം നൽകും. കീടനാശിനി സാന്നിധ്യം നീക്കം ചെയ്യുന്നതിനായി പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shubhamangalyam Wedding Jewelry Collection by Jose Alucas. Shubhamangalyam Wedding Jewelry Collection by Jose Alucas. Shubhamangalyam Wedding Jewelry Collection by Jose Alucas. സംസ്ഥാന സർക്കാർ വാണിജ്യ നികുതി വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായി പെട്രോൾ ഡീസൽ വിലയിൽ നേരിയ വർധന. പെട്രോളിന് ലിറ്ററിന് 69 പൈസയും ഡീസലിന് 49 പൈസയും വർദ്ധിപ്പിച്ചു. പുതിയ വില നിലവിൽ വന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നതനുസരിച്ച് പെട്രോൾ ഡീസൽ വിലയിൽ കുറവ് വന്നിരുന്നു.
എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ കുറവ് വന്ന സാഹചര്യത്തിൽ സർക്കാർ നികുതി വർദ്ധിപ്പിച്ചതോടെ സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വിലയിൽ നേരിയ വർധനവ് ഉണ്ടായി. പെട്രോൾ വില ലിറ്ററിന് 69 പൈസയും ഡീസൽ വില 49 പൈസയും വർദ്ധിച്ചു. പെട്രോൾ ഡീസൽ വില കുറഞ്ഞതിലൂടെ 17 കോടിയുടെ നികുതി വരുമാനമാണ് കുറഞ്ഞിരിക്കുന്നത്. പുതിയ വില ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ നിലവിൽ വന്നു. മലപ്പുറം ജില്ലയിലെ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് യഥാക്രമം 68 രൂപ 7 പൈസയും 57 രൂപ 72 പൈസയും എന്ന നിരക്കിലാണ്. ഇന്ന് വേൾഡ് COPD ദിനം. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കാരണം ദശലക്ഷക്കണക്കിന് രോഗികളാണ് ദുരിതമനുഭവിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ മർമ്മപ്രധാനമായ ഭാഗമാണ് ശ്വാസകോശങ്ങൾ. അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന വായു ശുദ്ധീകരിച്ച് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ നൽകുക എന്ന ധർമ്മം വളരെ കൃത്യമായി തന്നെ ഇത് നിർവഹിക്കുന്നു. ശ്വാസതടസ്സമുണ്ടാക്കുന്നത് ഹൃദയത്തിന്റെയും കൂടാതെ ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഒരു വർഷം ലോകത്ത് 65 ദശലക്ഷം പേർ വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നതായും ഇതിൽ 3 ദശലക്ഷം രോഗികൾ മരണപ്പെടുന്നതായും കണക്കാക്കപ്പെടുന്നു. പുകയിലയുടെയും മറ്റും അമിതമായ ഉപയോഗം മൂലമാണ് ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ പ്രധാനമായും ഈ രോഗം കണ്ടുവരുന്നത്. ലോകാരോഗ്യ സംഘടന വർഷം തോറും നവംബർ 19 ലോക COPD ദിനമായി ആചരിക്കുന്നു. ശ്വാസതടസ്സമുണ്ടാക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വഴി ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കുക എന്നതാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. വേൾഡ് COPD ദിനത്തോടനുബന്ധിച്ച് അൽഷിഫ ആശുപത്രിയിൽ ബോധവൽക്കരണ സെമിനാറും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. നവംബർ 19 വേൾഡ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ് അഥവാ COPD ദിനമായിട്ടാണ് ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു വരുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി അൽഷിഫ ആശുപത്രിയിലെ ശ്വാസകോശ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും മുൻകരുതൽ നടപടികളെക്കുറിച്ചും ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. അൽഷിഫ ആശുപത്രിയിലെ ശ്വാസകോശ രോഗ വിദഗ്ധൻ ഡോക്ടർ കാസിം കൊളക്കാടൻ ക്ലാസ് എടുത്തു. സാധാരണഗതിയിൽ കുറച്ച് പ്രായമായവർക്കാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടത്ര ജനങ്ങളുടെ ഇടയിൽ അതിന് ഒരു ബോധവൽക്കരണമല്ല. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നടത്തുകയും അതനുസരിച്ച് സമൂഹത്തിൽ ഈ അസുഖത്തിലുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുകയും ചികിത്സ കിട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ കാര്യമായ ലക്ഷ്യം. തുടർന്ന് നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. അൽഷിഫ MD P ഉണ്ണീൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. IMA സെക്രട്ടറി ഡോക്ടർ അബീർ, ജനറൽ മാനേജർ C സതീഷ്, ഫിനാൻസ് മാനേജർ അബ്ദുൾ റസാഖ്, മാർക്കറ്റിംഗ് ആൻഡ് ഓവർസീസ് മാനേജർ MP മുഹമ്മദ് അലി, ഹംസ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണയിൽ ഓട്ടോ കാർ പാർക്കിംഗ് വിഷയം. ഡ്രൈവർമാരും കടയുടമകളും തമ്മിൽ തർക്കം. KM മാണിയുടെ രാജി ആവശ്യവുമായി BJPയുടെ സത്യാഗ്രഹ സമരം. പച്ചക്കറിയിൽ കീടനാശിനി പ്രയോഗം കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.